ഹലോ. ഇനി നമ്മൾ നേവൽ ചക്രയെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന വളരെ അതിവിശിഷ്ടമായ ഒരു മർമ്മക്ഷേത്രമാണ്, വൈറ്റൽ എനർജി സെൻ്ററാണ് സെക്സ് എനർജി സെൻ്റർ, അല്ലെങ്കിൽ സെക്സ് ചക്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ സ്വഭാവം സെക്സ് എനർജിയെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ലൈംഗികമായിട്ടുള്ള ഊർജ്ജമുണ്ടാവുക, ലൈംഗികമായിട്ടുള്ള ശക്തി തരിക. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരുഷന്മാർക്കാണെങ്കിൽ അതിന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡായിട്ടും, സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഗർഭപാത്രവും മൂത്രാശയ സഞ്ചിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് സെക്സ് ചക്ര. അതിവിശിഷ്ടമായ വേറെയും ഒരുപാട് കഴിവുകൾ സെക്സ് ചക്രയ്ക്കുണ്ട്. അത് കാലുകൾക്കുള്ള ശക്തി, 30% ശക്തി നമ്മുടെ കാലുകൾക്ക് തരുന്നത്, ഒരു എനർജി തരുന്നത് ഈ സെക്സ് ചക്രയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ സെക്സ് ചക്ര വർക്ക് ചെയ്യുമ്പോൾ അത് കാലുകളിലേക്കും കൂടെ വളരെ ശക്തമായ ഒരു 30% ഓഫ് പവർ അത് കാലുകൾക്ക് വേണ്ടി, കാലുകളെ നല്ല ശക്തമാക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ സെക്സ് ചക്രയ്ക്ക് ലോവർ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഉള്ളതാണ്. ഈ പല ആളുകളും സ്കിൽഡായിട്ട് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ ആയാലും, റിപ്പയറിങ് ചെയ്യുന്ന ആളുകളെ ആയാലും, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഇനി ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ IT ടെക് ആയാൽ പോലും അവരുടെ സെക്സ് ചക്ര നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഏത് മേഖലയിലായാലും അവർ മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്നത് കാണാം. നമ്മളൊക്കെ ചെയ്ത് ശരിയാവാത്ത ചില കാര്യങ്ങൾ വേറൊരാളെ അടുത്ത് അത് ഒന്ന് തട്ടി തലോടുമ്പോൾ തന്നെ അത് ശരിയാവുന്ന ചിലത് കാണാം. അത് അത്ഭുതകരമായി സംഭവിക്കുന്നതല്ല, അത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഒരു IQ, ഇൻ്റലിജൻസ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. പണ്ട് ഒരു വിദേശ കപ്പൽ വന്ന് ഒരു സ്ഥലത്ത് നങ്കൂരം ഇട്ടതിന് ശേഷം അതിന് അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ എൻജിനീയേഴ്സ് എല്ലാവരും ഫ്ലൈറ്റിന് വന്നു. പല മെക്കാനിക്കൽ ഫിറ്റേഴ്സ്, അതുപോലെ അതിൻ്റെ ഏറ്റവും ഹയർ എൻജിനീയേഴ്സൊക്കെ വന്നെങ്കിലും അത് പല ദിവസങ്ങളായിട്ട് എടുത്ത് റിപ്പയർ ചെയ്തിട്ട് അത് ശരിയായില്ല, സ്റ്റാർട്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു മത്സ്യത്തൊഴിലാളി പറഞ്ഞു, ഇവിടെ അടുത്ത് പണ്ട് കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ താമസിക്കുന്നുണ്ട്. കപ്പലിൽ എന്തോ ടെക്നീഷ്യനൊക്കെ ആയിരുന്നു അദ്ദേഹം. കുറച്ച് അപ്പുറത്ത് ഗ്രാമത്തിലുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഇത്ര വലിയ എൻജിനീയർമാരൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്തപ്പോൾ ഒരു ടെക്നിക്കലായിട്ട് പഠിച്ച ഒരു വയസ്സായിട്ട് റിട്ടയർ ചെയ്ത് വളരെ പ്രായമുള്ള ഒരാൾക്ക് നടക്കുമെന്ന് ഇവർക്ക് ഡൗട്ട് തോന്നി. എന്നാലും അവരൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു ഹാമർ എടുത്തതിന് ശേഷം കപ്പലിൽ നടന്ന് ചുറ്റും നോക്കി, എൻജിൻ മുറിയിലൊക്കെ നോക്കിയതിന് ശേഷം ഒരു സ്ഥലത്ത് അദ്ദേഹം 2 തട്ട് തട്ടി ഇങ്ങനെ മേടി അല്ലെങ്കിൽ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ കപ്പൽ പെട്ടെന്ന് അത്ഭുതകരമായിട്ട് സ്റ്റാർട്ടായി. അപ്പോൾ അത് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. എവിടെയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ കൂലി തരേണ്ടത്? അവർ ഒരുപാട് പണം ചിലവാക്കിയിട്ടാണ് പല എൻജിനീയേഴ്സും ഒക്കെ വന്ന് നോക്കിയത്. ഇദ്ദേഹം ഒരു 2 തട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് $10,001 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞെട്ടി. $10,001 ഒരു ചുറ്റി കൊണ്ട് തട്ടിയതിന് ഇന്ന് സംശയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, $10,001 ആ തട്ടിയതിന് വേണ്ടോ? പക്ഷെ അത് എവിടെ തട്ടണമെന്ന് എനിക്ക് തോന്നിപ്പിച്ചതിനാണ് 10,000 രൂപ എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞതൊരു ചെറിയ കഥയുടെ കൺസെപ്റ്റ് രൂപത്തിലാണെങ്കിലും ഇതിന് ശക്തി തരുന്നത്, ഇതിന് കഴിവ് തരുന്നത് ഈ സെക്സ് ചക്രയുടെ കൂടി വൈഭവമാണ്. ആ സെക്സ് ചക്രയിൽ നിന്നാണ് നമുക്ക് എവിടെ ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഈ സ്കിൽഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കഴിവ് തരിക, കൊത്തുപണികൾ ചെയ്യുക, അതിനൊക്കെ കഴിവുണ്ടാക്കുന്നത് സെക്സ് ചക്രയാണ്. അപ്പോൾ സെക്സ് ചക്രയ്ക്ക് ഒരുപാട് അതിൻ്റെ സ്പിരിച്വൽ ഫങ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കാർമിക് ഫങ്ഷൻ ഉണ്ട്, ഒട്ടനവധി ഫങ്ഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളതാണ്. നമുക്ക് തൽക്കാലം ഇതിനെക്കുറിച്ച് ഇത്ര പറയാം. ഇനി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാകട്ടെ, ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥനയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമസ്തേ. താങ്ക് യു.